ഹായ് കൂട്ടുകാരെ, നമ്മുടെ മനു ഒരു സ്വപ്നം കണ്ടു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നതേ മനു കണ്ട സ്വപ്നത്തെക്കുറിച്ചാണ്. കൂട്ടുകാരുടെ ഗണിതം പുസ്തകത്തിലെ മനുവിൻ്റെ സ്വപ്നം എന്ന് പറയുന്ന മൂന്നാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കൂട്ടുകാരെല്ലാം റെഡിയല്ലേ? നമുക്ക് എണ്ണാനും വായിക്കാനും ഒക്കെ പഠിക്കാൻ കേട്ടോ. ദാ മനോഹരമായ ചിത്രം കണ്ടില്ലേ? കൂട്ടുകാരെന്തൊക്കെ കാണുന്നുണ്ട്? പുഴയിൽ ഒത്തിരി മീനുണ്ടല്ലേ, ഒത്തിരി തവളകളുണ്ട്, പിന്നെയോ ഒത്തിരി പൂക്കൾ, പറവകൾ, അങ്ങനെ നല്ല ഭംഗിയാർന്ന ഒരു പ്രദേശം. നമുക്ക് എന്താണ് മനു സ്വപ്നം കണ്ടതെന്ന് നോക്കിയാലോ. അധ്യായം 3, മനുവിൻ്റെ സ്വപ്നം. ഒരു ദിവസം മനു കളിക്കാനായിട്ട് കളിസ്ഥലത്തേക്ക് വന്നു. കളിക്കാൻ ഇനിയും ആരും എത്തിയില്ലല്ലോ. ഇവരൊക്കെ ഇത് എവിടെ പോയതായിരിക്കും? ഓ, ഞാൻ ഒറ്റയ്ക്കേയുള്ളൂ. എന്ത് ചെയ്യും? എന്തായാലും ഈ മരത്തിൻ്റെ ചുവട്ടിൽ നല്ല കാറ്റുണ്ട്, അല്പനേരെ ഇവിടെ ഇരിക്കാം. ഇരുന്നിരുന്ന് അവൻ ഉറങ്ങിപ്പോയത് അറിഞ്ഞതേയില്ല. ഉറങ്ങിയപ്പോൾ മനു ഒരു സ്വപ്നം കണ്ടു. ആറ്റിൽ കുളിച്ച് 6 പേര് കയറി വരുന്നു. ഉടനെ 9 പേര് പാട്ടും പാടി വരുന്നു. സ്വപ്നം തീർന്നില്ല. 8 പേര് പട്ടം പറത്തിക്കൊണ്ടാണ് വരുന്നത്. മഴയിൽ നനഞ്ഞ് 7 പേര് വരുന്നുമുണ്ട്. ഇവിടെ മനു ഒത്തിരി പേരെ കാണുകയാണല്ലേ. അവരെല്ലാം കൂടെ ഒരു പാട്ട് പാടി കളിക്കുകയാണ്. നോക്കൂ, നന്നായി കളിച്ച് മിടുക്കനാവാൻ ഒന്നാമൻ ഒറ്റയ്ക്കൊരുങ്ങി വന്നു. നന്നായിട്ട് കളിച്ച് നല്ല കുട്ടിയാവാൻ അല്ലെങ്കിൽ മിടുക്കനായി ട്രോഫി വാങ്ങാനായിട്ട് ഒന്നാമൻ ഒറ്റയ്ക്ക് വന്നു. ഒറ്റയ്ക്ക് ഒരുങ്ങിയാണ് വന്നത്. 2 പേർ ചെണ്ടയും കൊട്ടി വന്നു. കൂട്ടുകാരുടെ കയ്യിൽ ചെണ്ടയുണ്ടോ? ചെണ്ട കൊട്ടാൻ അറിയാമോ? 2 പേര് ചെണ്ട കൊട്ടിയാണ് വന്നത്. 3 പേര് മുല്ലപ്പൂ ചൂടി വന്നു. 3 പേര് എങ്ങനെയാ വന്നത്? മുല്ലപ്പൂ ചൂടിയാണ് വന്നത്. പെൺകുട്ടികളാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കൂ, 4 പേർ മാലയും ഇട്ടു വന്നു. 4 പേര് മാല ഇട്ട് വരികയാണ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ കളിക്കുമ്പോൾ പൂക്കളൊക്കെ കൊണ്ട് മാല ഉണ്ടാക്കാറുണ്ടല്ലേ, അതുപോലെ മാലയൊക്കെ ഇട്ട് 4 പേര് വരികയാണ്. 5 പേർ മഞ്ചലിൽ ഏറി വന്നു. നമ്മൾ കളിക്കുമ്പോൾ മഞ്ചലിൽ ആൾക്കാരെ ഇരുത്തിയൊക്കെ കൊണ്ടുപോകുന്നതായിട്ടൊക്കെ കളിക്കാറുണ്ടല്ലേ കുട്ടികളെ. അതുപോലെ 5 പേര് മഞ്ചലിൽ കയറി വരികയാണ്. 6 പേർ ആറ്റിൽ കുളിച്ചു വന്നു. നമ്മളെ മനു കണ്ട സ്വപ്നം. 7 പേർ മഴയിൽ നനഞ്ഞു വന്നു. 7 പേര് മഴയത്ത് നല്ല നനഞ്ഞ് കുതിർന്ന് വരികയാണ്. 8 പേർ പട്ടം പറത്തി വന്നു. പട്ടം ഉണ്ടോ കൂട്ടുകാരുടെ കയ്യിൽ? പട്ടം പറത്തിയിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ ഇവിടെ 8 പേര് പട്ടം പറത്തി വരികയാണ്. 9 വമ്പന്മാർ പാടി വന്നു. 9 വമ്പന്മാർ പാടിപ്പാടി വരികയാണ്. പിന്നെ അടുത്ത ആരാ വന്നത്? ഓടിക്കളിക്കുവാൻ 9 കൂട്ടരും ഓടിയും ചാടിയും ഒത്തുകൂടി. 9 കൂട്ടരാണ് വന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഓടിക്കളിക്കാനാണ്. ഓടിയും ചാടിയും അവർ ഒത്തുകൂടി വന്നു. നല്ല രസമായിരിക്കും അല്ലേ? നമുക്കൊന്നുകൂടി പാടി നോക്കിയാലോ. നന്നായി കളിച്ചു മിടുക്കനാവാൻ ഒന്നാമൻ ഒറ്റയ്ക്കൊരുങ്ങി വന്നു. 2 പേർ ചെണ്ടയും കൊട്ടി വന്നു. 3 പേർ മുല്ലപ്പൂ ചൂടി വന്നു. 4 പേർ മാലയും ഇട്ടു വന്നു. 5 പേർ മഞ്ചലിയിലേറി വന്നു. 6 പേർ ആറ്റിൽ കുളിച്ചു വന്നു. 7 പേർ മഴയും നനഞ്ഞു വന്നു. 8 പേർ പട്ടം പറത്തി വന്നു. 9 വമ്പന്മാർ പാടി വന്നു. ഓടിക്കളിക്കുവാൻ 9 കൂട്ടരും ഓടിയും ചാടിയും ഒത്തുകൂടി. അവർ ഓടിയും ചാടിയും ഒത്തുകൂടി. മനുവിൻ്റെ സ്വപ്നം തീർന്നില്ല കൂട്ടുകാരെ. അവൻ കിടന്നിറങ്ങിയതേ ഒരു നെല്ലിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നു. നോക്കൂ, അവൻ്റെ കയ്യിൽ കുറേ നെല്ലിക്ക കിട്ടി. എല്ലാവർക്കും നെല്ലിക്ക കൊടുക്കണം. 6 പേർക്ക് 6 നെല്ലിക്ക. അപ്പോൾ ഒരാൾക്ക് എത്ര നെല്ലിക്ക വീതം കിട്ടും കൂട്ടുകാരെ? ഓരോരുത്തർക്കും ഓരോ നെല്ലിക്ക വീതം. അടുത്ത് നോക്കൂ, മനുവിൻ്റെ കയ്യിൽ 7 നെല്ലിക്കയുണ്ട്. എത്ര പേർക്ക് കൊടുക്കാനായിട്ട് കഴിയും? 7 പേർക്ക് കൊടുക്കാൻ കഴിയും. എത്ര എണ്ണം വീതം?
1 വീതം കൊടുക്കാം. നോക്കൂ, 8 പേര് കൈ നീട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. മനുവിൻ്റെ കയ്യിൽ 8 നെല്ലിക്കായും ഉണ്ട്. എത്ര വീതം കൊടുക്കും? 1 വീതം തന്നെ. അടുത്ത് നോക്കൂ, 9 പേര് കൈയും നീട്ടി മനുവിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. എനിക്കും വേണം നെല്ലിക്ക. എത്ര എണ്ണം വീതം കൊടുക്കും കൂട്ടുകാരെ? മനുവിൻ്റെ കയ്യിൽ എത്ര നെല്ലിക്കായുണ്ട്? 9 നെല്ലിക്കായുണ്ട്. അപ്പോൾ 9 നെല്ലിക്കയും 1 വീതം ഓരോരുത്തർക്കും കൊടുക്കും. അപ്പോൾ 9 പേർക്കുമായി. പെട്ടെന്നാണ് അവൻ്റെ തലയിലേക്ക് ഒരു നെല്ലിക്ക വന്നു വീണു. അയ്യോ! അവൻ ചാടി എണീറ്റു. അപ്പോഴാണ് അവന് മനസ്സിലായത്, കൂട്ടുകാരെ, ഞാൻ സ്വപ്നം കാണുകയായിരുന്നു. കൂട്ടുകാരൊക്കെ എവിടെ? ഹായ്, നെല്ലിക്ക! അവൻ്റെ തലയിൽ വീണതേ നെല്ലിക്കയായിരുന്നു. നമ്മൾ കുറേ എണ്ണാൻ പഠിച്ചു അല്ലേ? 1 മുതൽ 9 വരെ നമ്മൾ എണ്ണാൻ പഠിച്ചു. പിന്നെ കുറച്ച് നെല്ലിക്ക കണക്കുകളും പഠിച്ചു അല്ലേ? അപ്പം നമുക്ക് എണ്ണി നോക്കിയാലോ കൂട്ടുകാരെ? ദാ എണ്ണം എഴുതുക. ഇവിടെ കുറച്ച് കലം കൊടുത്തിട്ടുണ്ട് കണ്ടോ? കൂട്ടുകാരുടെ വീട്ടിലെ കലങ്ങളൊക്കെ ഇല്ലേ? കൂട്ടുകാരെ എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6, 7. എത്ര കലങ്ങളാണുള്ളത്? 7 കലം. തൊട്ടടുത്തൊരു ബോക്സ് കാണുന്ന കണ്ടോ? അവിടെ എഴുതിക്കോളൂ 7. ആഹാ, അടുത്ത് നോക്കൂ, നല്ല എരിവുള്ള പച്ചമുളക്. എത്ര എണ്ണം ഉണ്ട് കൂട്ടുകാരെ പച്ചമുളക്? 1, 2, 3, 4, 5, 6. കോളത്തിൽ എഴുതിക്കോളൂ 6 എണ്ണം. 6 പച്ചമുളകുണ്ട്. എത്രയാ? ഉറക്കെ പറയൂ. 6. ഇനി നോക്കൂ, ഇവിടെ കുറച്ച് കുപ്പികൾ ഇരിപ്പുണ്ട് കണ്ടോ? എത്ര എണ്ണമാണ് കൂട്ടുകാരെണ്ണു? 1, 2, 3, 4, 5, 6, 7, 8. എത്ര എണ്ണമാണ്? 8 എണ്ണം. ഇവിടെ എഴുതിക്കോളൂ 8 എഴുതി. ഇവിടെ നോക്കൂ, നല്ല ഭംഗിയുള്ള ഗ്ലാസ് ഇരിപ്പുണ്ട് കണ്ടോ? കൂട്ടുകാരെ എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9. എത്ര ഗ്ലാസ്സുകളാണുള്ളത്? 9 ഗ്ലാസ്സുകളുണ്ട്. എഴുതിയോ? അടുത്ത കൂട്ടുകാരെണ്ണില്ലേ? നോക്കാം. കൂട്ടുകാരെ, ദാ മീനാണ് കണ്ടോ? എത്ര മീനുകളാണ് ഇവിടെ ഉള്ളത്? നല്ല മനോഹരമായ പച്ച മീനുകൾ. എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6. എത്ര എണ്ണമാണ്? 6 മീനുകളാണുള്ളത്. ഇവിടെ നോക്കൂ, തേങ്ങ ഇരിപ്പുണ്ട് കണ്ടോ? എത്ര തേങ്ങയാണുള്ളത് കൂട്ടുകാരെ? എണ്ണി പറയൂ. 1, 2, 3, 4, 5, 6, 7. എത്ര എണ്ണമാണ്? എഴുതിക്കോളൂ. 7. അടുത്തത് കൂട്ടുകാർ തന്നെ പറയണം കേട്ടോ. ദാ ചിരിച്ചു കണ്ട് കത്തിരിക്ക ഇരിക്കുന്നു. കണ്ടിട്ടുണ്ടോ കത്തിരിക്ക? എണ്ണി നോക്കൂ, എത്ര എണ്ണമാണ്? 1, 2, 3, 4, 5, 6, 7, 8. എത്ര കത്തിരിക്കയാണുള്ളത്? 8 കത്തിരിക്ക. ഇവിടെ നോക്കൂ, മുഖത്തെല്ലാം ക്ഷൗരമൊക്കെ വരുത്തിക്കുണ്ട്. നമ്മുടെ ക്യാരറ്റ് വിട്ടേരിപ്പുണ്ട്. എത്ര ക്യാരറ്റാ ഉള്ള കൂട്ടുകാരെ? ഇനി പറയൂ. 1, 2, 3, 4, 5, 6, 7, 8, 9. എത്ര ക്യാരറ്റാ ഉള്ളത്? 9 ക്യാരറ്റ്. ഈ ബോക്സിൽ എഴുതു കൂട്ടുകാരെ. 9. അപ്പോൾ നമ്മൾ എണ്ണി കോളങ്ങളിലൊക്കെ എഴുതി. കൂട്ടുകാരിതുപോലെ എണ്ണി എഴുതണം കേട്ടോ. തെറ്റല്ലേ? നോക്കൂ കൂട്ടുകാരെ,
മനുവിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഒത്തിരി ചെടികളുണ്ട് കണ്ടോ. ചെടിച്ചട്ടികളിൽ ഒത്തിരി ചെടികൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ചെടിച്ചട്ടിയിൽ ഓരോ പൂക്കൾ നിൽപ്പുണ്ട്. അവയ്ക്ക് ഓരോ പേരും ഉണ്ട്. എണ്ണൽ സംഖ്യകളാണ് അവരുടെ പേര്. നോക്കൂ, 1 2 5 6. ഈ വണ്ടിയുടെ മറവിലെ 2 പൂച്ചട്ടി ഇവിടെ ഉണ്ട്. അത് പക്ഷേ വാൻ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അവയുടെ നമ്പർ ഏതായിരിക്കും? അവിടെയുള്ള സംഖ്യ ഏതാ? പറഞ്ഞോളൂ. ഇനി നോക്കാം നമുക്ക്. 1 2. അടുത്തതേതാ? 3 നോക്കൂ. 3. കൂട്ടുകാർ ഇവിടെയുള്ള പൂവിൽ എഴുതുമോ? അടുത്ത പൂച്ചട്ടിയിലെ സംഖ്യ എത്രയാ? 4. എഴുതിയോ? 1 മുതൽ 6 വരെ എണ്ണി നോക്കൂ. 1 2 3 4 5 6. നല്ല ഭംഗിയുള്ള പൂക്കളാണല്ലേ. കൂട്ടുകാർക്കും ഈ പൂക്കൾക്ക് നിറം കൊടുക്കാം കേട്ടോ. ദാ ഇവിടെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട് കൂട്ടുകാരെ. എങ്ങനെ നമുക്ക് അവരെ കണ്ടെത്താൻ പറ്റും? നോക്കാം. 1 മുതൽ 9 വരെയുള്ള കുത്തുകൾ നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കണം. അപ്പോൾ ഇവിടെ ഒളിച്ചിരിക്കുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ കൂട്ടുകാർ കണ്ടോ? എവിടെയാ? 1 2 3 4 5 6 7 8 9. നമ്മളിത് ചേർത്തിങ്ങനെ വരയ്ക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒളിച്ചിരിക്കുന്നത് ആരാണെന്ന് കണ്ടുപിടിച്ചാലോ? ഇവിടെ നമ്മുടെ മീനാണ് ഒളിച്ചിരിക്കുന്നത്. കൂട്ടുകാർ കണ്ടുപിടിച്ചോ? കൂട്ടുകാരുടെ പുസ്തകത്തിൽ ഇതുപോലെ വരയ്ക്കണം കേട്ടോ. കണ്ടോ കൂട്ടുകാരെ, നമ്മൾ ആദ്യം കണ്ട ചിത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഓരോന്നും എത്ര എണ്ണം വീതം ഉണ്ടെന്നൊന്ന് കൂട്ടുകാർ എണ്ണി നോക്കിയേ. എന്നിട്ട് നമുക്ക് എഴുതണം കേട്ടോ. ഇവിടെ നോക്കൂ, തവളകൾ എത്ര എണ്ണമാണുള്ളത്? എണ്ണി നോക്കൂ. 1 2 3 4 5 6. 6 തവളകളാണുള്ളത്. അപ്പോൾ കോളത്തിൽ കൂട്ടുകാർ 6 എന്ന് എഴുതൂ. എഴുതിയോ? 6 തവളക്കുട്ടന്മാർ. ഇനി അടുത്ത് പൂക്കൾ എത്രയുണ്ട്, സൺഫ്ലവർ എത്രയുണ്ട് നമുക്ക് നോക്കാം. ഇവിടെ എണ്ണി നോക്കൂ കൂട്ടുകാരെ. 1 2 3 4 5 6. 6 പൂക്കളാണോ? ഇല്ല, ഇവിടെ ഒന്ന് കിടപ്പുണ്ട് കണ്ടോ. 7 പൂക്കളുണ്ട്. അപ്പോൾ കോളത്തിൽ എഴുതിക്കോളൂ 7 7. കൂട്ടുകാരെ എഴുതിയോ? എഴുതി. ഇനി അടുത്ത് ഏതാ നമുക്ക് എണ്ണി എഴുതേണ്ടേ? പാറയാണ് കണ്ടോ. എത്ര പാറയാ ഉള്ളത് നമുക്ക് നോക്കാം. എണ്ണി നോക്കൂ കൂട്ടുകാരെ. 1 2 3 4. എത്ര പാറയാണുള്ളത്? 4 പാറകളാണുള്ളത്. എഴുതുമോ? നോക്കൂ, എഴുതാം നമുക്ക്. പാറയുടെ നേരെ എത്ര എഴുതും? 4 എന്ന് എഴുതും. ഇനി നമുക്ക് നോക്കാം എത്ര മീനുകളാണുള്ളത്. കുളത്തിൽ കണ്ടോ ഒത്തിരി മീനുകൾ കിടപ്പുണ്ടോ. എണ്ണി നോക്കൂ കൂട്ടുകാരെ. 1 2 3 4 5 6 7 8 9. എത്ര മീനുകളാണ് ഉള്ളത്? 9 മീനുകളുണ്ട്. നമുക്ക് കുളത്തിൽ എഴുതാം. മീനിൻ്റെ കുളത്തിൽ എഴുതുക എത്രയാണ്? 9 മീനുകൾ. ഇനി നമുക്ക് നോക്കേണ്ടത് പക്ഷിയാണ്. എത്ര പക്ഷിയാണുള്ളത് നോക്കാം നമുക്ക്. ഇവിടെ എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8 9. എത്ര പക്ഷികളാണ്? 9 പക്ഷികളാണുള്ളത്. നമുക്ക് അവിടെ എഴുതിയാലോ? ഇവിടെ എഴുതു കൂട്ടുകാരെ. 9. അപ്പോൾ മീനും പക്ഷിയും 9 എണ്ണമാണുള്ളത്. ഇനി നോക്കൂ, നമുക്കറിയാം തെങ്ങ് എത്ര എണ്ണമാണുള്ളത്. നോക്കൂ. കൂട്ടുകാരിൽ ചിലരൊക്കെ ആൻസർ വിളിച്ചു പറഞ്ഞു. എത്രയാ? 1 ആണല്ലേ. നമുക്ക് എന്നാലും ഒന്ന് നോക്കിക്കളയാം. ചിത്രം നോക്കൂ. മിടുക്കന്മാർ. 1 തന്നെയാണ് കേട്ടോ.
ഒരു തെങ്ങാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്കവിടെ ഒന്നെന്ന് എഴുതാം. തെങ്ങിൻ്റെ നേരെയുള്ള കോളത്തിൽ കൂട്ടുകാരെ എഴുതൂ. എത്ര എഴുതേണ്ടേ? ഒന്നേ. കൂട്ടുകാരെ, ഇവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഏറ്റവും വലിയ സംഖ്യ 9 ആണല്ലേ. 9 രണ്ടെണ്ണത്തിനുണ്ട്, മീനിനും പക്ഷിക്കും. അപ്പോൾ ഇവിടെ 9 എന്ന് എടുത്ത് എഴുതൂ. 9. ഇനി നോക്കൂ, ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? കുഞ്ഞൻ സംഖ്യ 1 ആണ്. മിടുക്കൻ. ഇവിടെ എഴുതൂ 1. 1. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ പൂരിപ്പിച്ചോ? തെറ്റാതെ എഴുതണം കേട്ടോ. നന്നായിട്ട് എണ്ണി പഠിക്കുക. അപ്പോൾ കൂട്ടുകാരെ, പാഠത്തിലെ കണക്കുകളൊക്കെ പഠിച്ചോ? നന്നായിട്ട് എണ്ണി പഠിക്കുക കേട്ടോ. അതുപോലെ തന്നെ എഴുതാനും പഠിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരുമിച്ച് കാണാം. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.